ദാ ഈ നിൽക്കുന്ന കാട്ടിയെ നിങ്ങൾ കണ്ടോ? നമ്മൾ പുള്ളിയുടെ ചിത്രങ്ങൾ പകർത്തുന്നത് പുള്ളിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതാണ് ഫിഷ് ഔൾ. മത്സ്യങ്ങളെ വെള്ളത്തിൽ നിന്ന് പിടികൂടി ഭക്ഷിക്കാനുള്ള ഇവയുടെ കഴിവ് എടുത്തു പറയേണ്ട കാര്യങ്ങളിലൊന്നു തന്നെയാണ്. ബാർക്കിംഗ് ഡിയർ അഥവാ കേഴമാൻ. അങ്ങനെ വന്യജീവികളുടെ ചിത്രങ്ങൾ പകർത്താനായുള്ള നമ്മുടെ ഈ ഗവി യാത്രയിൽ നിരവധി ജീവജാലങ്ങളെ നമുക്ക് കണ്ടെത്താനായി. അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ തന്നെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പിന്നെ യാത്ര ആരംഭിക്കുകയല്ലേ. ഗവിയിലേക്കുള്ള ടിക്കറ്റുകൾ ഓൺലൈനിൽ എടുത്താലും ഗവിയിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പായി ഓൺലൈനിലെടുത്ത ടിക്കറ്റും ഒരു തിരിച്ചറിയൽ രേഖയുമായി ആങ്ങാമൊഴി ഫോറസ്റ്റ് ഓഫീസിൽ നമ്മൾ എത്തണം. പിന്നീട് ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു ഫോം ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പാസ് കിട്ടും. ഇനി അങ്ങോട്ടുള്ള എല്ലാ ചെക്ക് പോസ്റ്റുകളിലും ഈ പാസ് നമുക്ക് കാണിക്കേണ്ടി വരും. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ചെക്ക് പോസ്റ്റിലെത്തി. ഇനി അങ്ങോട്ട് കാട് ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വന്യജീവികളുടെ സൈറ്റിംഗ് എപ്പോൾ വേണമെങ്കിലും ഉണ്ടായേക്കാം. വഴിനീളെ ആനപ്പിണ്ടങ്ങളും ആനകൾ ഇതുവഴി കടന്നുപോയതിൻ്റെ അടയാളങ്ങളുമൊക്കെ തന്നെ കാണാൻ സാധിച്ചു. എന്നിരുന്നാലും പതിവ് പോലെ ഇത്തവണയും ആദ്യ സൈറ്റിംഗ് ഈ മലയണ്ണാൻ തന്നെയാണ്. കൂടെ കുറച്ച് നീലഗിരി ലങ്കൂറുകളെയും കാണാൻ സാധിച്ചു. കുറച്ചകലെ മാറി ഒരു കാട്ടരുവിയിൽ നിന്ന് വെള്ളം കുടിക്കുന്ന ഒരു വാക്റ്റെയിലിനെ കാണാൻ സാധിച്ചു. ഇവരുടെ മലയാളത്തിലുള്ള പേരുകൾ അല്പം തമാശ നിറഞ്ഞതാണ്. അതറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. നമ്മുടെ കാട്ടുവഴികളിൽ സാധാരണയായി കാണപ്പെടാറുള്ള ഒരു പക്ഷിയാണ് ഏഷ്യൻ എമറൽഡ് ഡോവ്. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടിൻ്റെ സംസ്ഥാന പക്ഷി കൂടിയാണ് ഇവ. വീണ്ടും മുന്നോട്ട് യാത്ര തുടങ്ങി. പോകുന്ന വഴികളിൽ എന്തെങ്കിലും സൈറ്റിംഗ് ഉണ്ടോ എന്ന് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാണ് നമ്മൾ പോകുന്നത്. വേനൽക്കാലമായതുകൊണ്ട് തന്നെ ആനകളെ കണ്ടെത്തുക എന്നത് അല്പം പ്രയാസം നിറഞ്ഞ കാര്യമാണെങ്കിലും ധാരാളം പക്ഷികളെ നമുക്ക് കണ്ടെത്താനാകും എന്നുറപ്പുണ്ട്. അധികം താമസിക്കാതെ തന്നെ നമുക്കൊരു ക്രസ്റ്റഡ് സർപ്പൻ്റ് ഈഗിളിനെയും കണ്ടെത്താനായി. മലയാളത്തിൽ ഇവയെ ചുട്ടിപ്പരുന്ത് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ മിക്ക വനയാത്രകളിലും ഇവയെ നമുക്ക് കണ്ടെത്താനായിട്ടുണ്ട്. തൊട്ടടുത്തായി തന്നെ നമുക്കൊരു ജംഗിൾ ഔലറ്റിനെയും കണ്ടെത്താൻ സാധിച്ചു. മലയാളത്തിൽ ഇവയെ ചെമ്പൻ നത്ത് എന്നാണ് അറിയപ്പെടുന്നത്. പേര് ജംഗിൾ ഔലറ്റ് എന്നാണെങ്കിലും നമ്മുടെ നാട്ടിൻപുറങ്ങളിലും കാവുകളിലും തോട്ടങ്ങളിലുമൊക്കെ ഇവയെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇതാണ് ഗ്രേ ഹെഡഡ് ബുൾബുൾ. മലയാളത്തിൽ ഇവയെ ചാരത്തലയൻ ബുൾബുൾ എന്നാണ് അറിയപ്പെടുന്നത്. കാടുകളിലും കാടുകളോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലും മാത്രമാണ് നമുക്കിവയെ കണ്ടെത്താൻ സാധിക്കുക. ചെറുപഴങ്ങളും പ്രാണികളുമൊക്കെ തന്നെയാണ് പ്രധാന ആഹാരം. അങ്ങനെ നമ്മൾ കക്കി ഡാമിൻ്റെ അടുത്തെത്തി. ഇവിടുത്തെ കാഴ്ചകൾ അതിമനോഹരം തന്നെയാണ്. പ്രത്യേകിച്ച് ആനിമൽ സൈറ്റിംഗ് ഒന്നും തന്നെ ഇവിടുന്ന് കിട്ടിയില്ലെങ്കിലും നല്ല കുറേ ലാൻഡ്സ്കേപ്പ് ചിത്രങ്ങൾ പകർത്തുവാൻ നമുക്കായി. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഡാമും ഡാമിൻ്റെ പരിസര പ്രദേശങ്ങളിലും ഫോട്ടോഗ്രാഫി നിരോധിച്ചിട്ടുള്ളതാണ്. നമ്മൾ പകർത്തിയ ഈ ദൃശ്യങ്ങൾ ഡാമിൻ്റെ പരിസര പ്രദേശത്ത് നിന്ന് അല്പദൂരം മാറിയിട്ടുള്ളതാണ്. പോകുന്ന വഴികളിൽ ധാരാളം കൂറ്റൻ ഇലക്ട്രിക് ലൈനുകളും KSEBയുമായി ബന്ധപ്പെട്ട ഇലക്ട്രിക് ഉപകരണങ്ങളും കാണാം. നമ്മുടെ നാടിനു വേണ്ടുന്ന വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഇവിടുത്തെ ഡാമുകളുടെ പങ്ക് വളരെ വലുതാണ്. അപ്പോഴാണ് പുൽമേടുകളുടെ ഇടയിരുന്നു കൊണ്ട് ഒരാൾ നമ്മെ നോക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. കുറച്ചുകൂടി ഒന്ന് നന്നായി നിരീക്ഷിച്ചപ്പോഴാണ് മനസ്സിലായത് 6-7 അടങ്ങുന്ന ഒരു ചെറിയ മ്ലാവിൻ കൂട്ടം പുൽമേയുകയാണ്. കാണുമ്പോൾ ചെറിയ പുൽമേടെന്ന് തോന്നുമെങ്കിലും
ഈ പുൽമേടുകളുടെ ഇടയിൽ നിന്ന് വന്യജീവികളെ കണ്ടെത്തുക എന്നത് അല്പം പ്രയാസം നിറഞ്ഞ കാര്യം തന്നെയാണ്. അങ്ങനെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനായി കൊച്ചുപമ്പയിലെ KCBയുടെ ക്യാൻറ്റീനിലെത്തിയപ്പോൾ നമുക്കൊരു കൂട്ടം കാട്ടുപന്നികളെ കാണാൻ സാധിച്ചു. ഈ ക്യാൻറ്റീനെ ചുറ്റിപ്പറ്റി സ്ഥിരമായി കാണുന്ന ഒരു കൂട്ടരാണിവർ. തറയിൽ കിടക്കുന്ന ആഹാരവിശിഷ്ടങ്ങൾ, പഴത്തൊലി തുടങ്ങിയവയൊക്കെ കഴിച്ച് നമ്മുടെ ഇടയിലൂടെ ഒരു കൂസലുമില്ലാതെയാണ് ഇവർ നടക്കുന്നത്. ഏതായാലും ഇവരുടെ കുറച്ച് ചിത്രങ്ങൾ പകർത്താനും നമ്മൾ മറന്നില്ല. ഉച്ചയൂണ് കഴിഞ്ഞുള്ള യാത്രയിൽ നമുക്കൊരു ചെങ്കീരിയെ കാണാൻ സാധിച്ചു. നാട്ടിൻ മൃഗങ്ങളിൽ കാണപ്പെടുന്ന കീരിക്ക് ചാരനിറമാണെങ്കിൽ ഇവയ്ക്ക് തവിട്ട് നിറമാണ്. കാടുകളിൽ മാത്രം കാണപ്പെടുന്ന ഇവർ പാമ്പുകൾ, തവള, പക്ഷികളുടെ മുട്ടകൾ, പുഴുക്കൾ, എന്തിനേറെ പറയുന്നു കൂരമാൻ മുതൽ കാട്ടുമുയലുകളെ വരെ ഇവർ ഭക്ഷണമാക്കാറുണ്ട്. തൊട്ടടുത്തായി തന്നെ ഇതൊക്കെ നോക്കിയിരിക്കുന്ന ഒരു ക്രസ്റ്റഡ് സർപ്പൻ്റ് ഈഗിളിനെയും കാണാൻ സാധിച്ചു. നമ്മുടെ ഈ യാത്രയിൽ ചുട്ടിപ്പരുന്തിൻ്റെ രണ്ടാമത്തെ സൈറ്റിംഗ് ആണിത്. കക്ഷി മരക്കൊമ്പിലിരുന്ന് വിശ്രമിക്കുകയാണ്. ഒപ്പം തൻ്റെ തൂവലുകളൊക്കെ കൊത്തിമിനുക്കുന്നുണ്ട്. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് പരിസരമൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്. കാടിലെ ഒരു ചതുപ്പ് നിലത്തിൽ വീണ്ടും ഒരു ചെറുകൂട്ടം മാനുകളെ കാണാൻ സാധിച്ചു. ഇത്തവണ വളരെ അടുത്തായിട്ടാണ് ഇവയെ കാണാൻ സാധിച്ചത്. ഈ കഴുത്തിലെ മുറിവ് നിങ്ങൾ കണ്ടോ? ഇന്നും ഇതിന് പിന്നിലെ കാരണം ശാസ്ത്രലോകത്തിന് സ്ഥിരീകരിക്കാനായിട്ടില്ല. ഈ മുറിവിനെ സോർ സ്പോട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഇവരുടെ ഇണചേരുന്ന കാലഘട്ടത്തിൽ രൂപപ്പെടുന്നതാണ് ഈ മുറിവെന്നും ഈ മുറിവിൽ നിന്ന് വരുന്ന ദ്രാവകം ഇണയെ ആകർഷിക്കാൻ കാരണമാകും എന്നതാണ് ഒരു വാദം. എന്നാൽ മ്ലാമൂട്ട കടിച്ച് അതുമൂലമുണ്ടാകുന്ന ചൊറിച്ചിൽ മാറുവാനായി തൻ്റെ കഴുത്ത് മരങ്ങളിലും മറ്റും ഉരച്ചുണ്ടാകുന്നതാണ് ഈ മുറിവെന്നും ഒരു വാദം നിലനിൽപ്പുണ്ട്. എന്തായാലും ഇന്നും ഈ മുറിവിന് പിന്നിലുള്ള സത്യാവസ്ഥ ശാസ്ത്രലോകത്തിന് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ഇതേ ചതുപ്പ് നിലത്തിൽ തന്നെ ഒരു വൈറ്റ് ബ്രസ്റ്റഡ് വാട്ടർ ഹെന്നിനെയും കാണാൻ സാധിച്ചു. മലയാളത്തിൽ ഇവയെ കുളക്കോഴി എന്നാണ് അറിയപ്പെടുന്നത്. ഒരുപക്ഷെ ഇതിനെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പായലുകളും ജലസസ്യങ്ങളുടെ വിത്തുകളും ചെറുജീവികളും ഒക്കെ തന്നെയാണ് പ്രധാന ആഹാരം. പോകുന്ന വഴിയിൽ നമുക്കൊരു മരക്കുറ്റി കാണുവാൻ സാധിച്ചു. ആരോ ഒരാൾ അതിലെ പൊത്തിനുള്ളിൽ ഒളിച്ചിരിപ്പുണ്ട്. കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോഴാണ് ആളെ മനസ്സിലായത്. മലബാർ ഡ്രോഗൺ എന്നറിയപ്പെടുന്ന പക്ഷി. നിങ്ങൾ ഈ പക്ഷിയുടെ വാൽ ശ്രദ്ധിച്ചോ? അല്പം വളഞ്ഞിരിപ്പുണ്ടല്ലേ? പക്ഷികൾ മുട്ടയിടാനോ മുട്ടയിട്ടതിന് ശേഷം അടയിരിക്കുമ്പോഴോ ഒരുപാട് സമയം ഒരു ഇടുങ്ങിയ അവസ്ഥയിൽ ഇരിക്കേണ്ടി വരുന്നു. ഇതുമൂലമാണ് ഇവയുടെ നീണ്ട വാലുകൾ ഇങ്ങനെയാകുന്നത്. ഏതായാലും നെസ്റ്റിങ്ങിലായ പക്ഷിയായതുകൊണ്ട് അധിക നേരം അവയെ ശല്യം ചെയ്യാതെ നമ്മൾ മുന്നോട്ട് യാത്ര ആരംഭിച്ചു. വീണ്ടും ഒരു മലയണ്ണാനെ കാണാൻ സാധിച്ചു. നമ്മൾ പോകുന്ന വഴികളിൽ ധാരാളം തവണ ഇവയെ കണ്ടെങ്കിലും നല്ല ചിത്രങ്ങൾ പകർത്തുവാൻ ആവശ്യമായ ലൈറ്റും നല്ല ഫ്രെയിമും ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ വണ്ടി നിർത്തി ഇവയുടെ ചിത്രങ്ങൾ പകർത്തുന്നത്. തൊട്ടു പിന്നാലെ ഒരു കൂട്ടം നീലഗിരി ലങ്കൂറുകളും എത്തി. ഇവരെയും വഴിയിൽ ഒരുപാട് തവണ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ സെലക്റ്റീവായിട്ടുള്ള ഫ്രെയിമുകൾ മാത്രമാണ് ഫോട്ടോഗ്രാഫിക്കായി തിരഞ്ഞെടുക്കുന്നത്. വൈകുന്നേരത്തോടു കൂടി ഗവിയിലെ മറ്റൊരു വ്യൂ പോയിന്റിൽ നമ്മളെത്തി. അതിമനോഹരം തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. മാത്രമല്ല ഈവനിങ് ആയതുകൊണ്ട് നല്ല രീതിയിലുള്ള ബേഡിങ് ആക്ടിവിറ്റിയും ഇവിടെയുണ്ട്. ഇവിടെ നിന്ന് ആദ്യമായി സ്പോട്ട് ചെയ്യാൻ സാധിച്ചത് ഇന്ത്യയിൽ കണ്ടുവരുന്ന തത്തകളിൽ ഏറ്റവും ചെറിയ ഇനമായ വെർണൽ ഹാങ്ങിങ് പാരറ്റിനെയാണ്. മലയാളത്തിലിവയെ തത്തച്ചിന്നൻ എന്നാണ് അറിയപ്പെടുന്നത്. പേരമരത്തിൽ തലകുത്തിയിരുന്ന് പേരയ്ക്ക കഴിക്കുന്നത് വളരെ രസകരമായ ഒരു കാഴ്ച തന്നെയാണ്. തൊട്ടു പിന്നാലെ മറ്റു ചില പക്ഷികളെയും നമുക്കിവിടെ നിന്ന് കണ്ടെത്താനായി.
ഇതിലെടുത്തൊരു പടം കാണിച്ചടാ. കുറച്ചു നേരം പക്ഷികളുടെ ചിത്രങ്ങളൊക്കെ പകർത്തിയതിനു ശേഷം മുന്നോട്ടുള്ള യാത്ര ആരംഭിച്ചു. പോകുന്ന വഴിക്ക് ഒരു പന്നിക്കൂട്ടത്തെ കാണാനും സാധിച്ചു. ഏകദേശം 20-ലധികം കുഞ്ഞുങ്ങൾ അടങ്ങുന്ന ഒരു പന്നിക്കൂട്ടം. നമ്മളെ കണ്ടതും കുഞ്ഞുങ്ങളെല്ലാം കാട്ടിലേക്ക് ഓടി മറഞ്ഞു. കുറച്ച് മുന്നോട്ട് മാറി പോകുന്ന വഴിയിൽ തന്നെ ഒരു കൂട്ടം സിംഹവാലൻ കുരങ്ങുകളെയും കാണാൻ സാധിച്ചു. അവയുടെ ചിത്രങ്ങൾ പകർത്താനും നമ്മൾ മറന്നില്ല. നമ്മുടെ ഈ യാത്രയിൽ കാട്ടിയുടെ ആദ്യ സൈറ്റിംഗ് ആണിത്. സാധാരണയായി ഗവി യാത്രയിൽ ധാരാളം കാട്ടികളെ കാണാമെങ്കിലും നമുക്ക് ഈ ഒരു സൈറ്റിംഗ് മാത്രമാണ് കിട്ടിയത്. നമ്മൾ ചിത്രങ്ങൾ പകർത്തുന്നത് കക്ഷിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പോകുന്ന വഴിയിൽ ഒരു ചതുപ്പ് നിലത്തിനടുത്തായി നമുക്ക് കണ്ടെത്താൻ സാധിച്ചതാണ് ഈ ഫിഷ് ഔളിനെ. വെള്ളത്തിൽ നിന്ന് പരുന്തുകൾ മത്സ്യങ്ങളെ പിടികൂടി ഭക്ഷിക്കുന്നത് പോലെയുള്ള ഇവയുടെ കഴിവുകൾ തന്നെയാണ് ഇവയ്ക്ക് ഈ പേര് വരാൻ കാരണം. കാടുകളിലെ ചെറിയ അരുവികൾ, വെള്ളക്കെട്ടുകൾ തുടങ്ങിയവയ്ക്കടുത്തായുള്ള മരക്കൊമ്പുകളിൽ നമുക്കിവയെ കണ്ടെത്താൻ സാധിക്കും. ഏകദേശം ഒരു കോഴിയുടെ വലിപ്പമുണ്ടാകും ഇവയ്ക്ക്. ഇവരാണ് ഹിൽ മൈനകൾ. നമ്മുടെ ഫിഷ് ഔളിരിക്കുന്ന മരത്തിൽ നിന്ന് കുറച്ച് അകലെ മാറിയാണ് നമുക്കിവയെ കണ്ടെത്താനായത്. നമ്മുടെ ഗവി യാത്രയുടെ അവസാന ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് തൊട്ടു മുമ്പായി വഴിയരികിൽ നിന്ന് വീണ്ടും ഒരു ചെങ്കീരിയെ കാണാൻ നമുക്ക് സാധിച്ചു. അങ്ങനെ നമ്മുടെ ഗവി യാത്രയുടെ അവസാന ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് പോകുന്ന വഴിയരികിൽ കണ്ട ഒരു ചായക്കടയിൽ നിന്ന് ചായ കുടിക്കുമ്പോഴാണ് തൊട്ടുമുന്നിലുള്ള തേയിലത്തോട്ടത്തിൽ നിന്ന് ഒരു ബോണസ് എന്നതുപോലെ ഒരു ബാർക്കിംഗ് ഡിയറിനെ കാണാൻ സാധിച്ചത്. സാധാരണ കേഴമാനുകൾ മനുഷ്യൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ ഉൾക്കാടുകളിലേക്ക് ഓടിമറയും. എന്നാൽ ഇവിടെ അതിന് വിപരീതമായിരുന്നു. നല്ല ചിത്രങ്ങളും വീഡിയോസും എടുക്കാൻ കുറച്ചധികം നേരം അവൾ നമുക്കായി നിന്നു തന്നു. തൊട്ടു പിന്നാലെ കേഴമാനും അവിടെ എത്തി. പിന്നീടാണ് നമ്മൾ ചായ കുടിക്കുന്ന കടയിലെ ചേട്ടൻ പറഞ്ഞത് ഇവർ രണ്ടുപേരും സന്ധ്യാസമയത്തെ ഇവിടുത്തെ സ്ഥിരം സന്ദർശകരാണ്. ഈ കടയിൽ നിന്ന് കളയുന്ന പഴത്തിൻ്റെയും മറ്റും തൊലി കഴിക്കാനാണ് ഇവർ സ്ഥിരമായി ഇവിടെ വരുന്നത്. എന്തായാലും മതി വരുവോളം നമുക്കിവരുടെ ഒരുപിടി നല്ല ചിത്രങ്ങളും വീഡിയോസും ഒക്കെ പകർത്താനായി. അപ്പോഴേക്കും വെട്ടം പൂർണ്ണമായി മറഞ്ഞിരുന്നു.